പ്ലസ് ടു കഴിഞ്ഞാൽ മിക്ക സ്റ്റുഡൻസിനും വരുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്താണ്, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം? മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, IT, ഡിപ്ലോമ, അങ്ങനെ നിരവധി കോഴ്സുകളാണ് നമുക്ക് മുൻപിലുള്ളത്. സർ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ അനുസരിച്ച് പോകുന്ന ഒരു കോഴ്സ് ഏതാണ്? ഇന്ന് നമ്പർ ഓഫ് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വിരലിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് നമ്പർ ഓഫ് കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ സാധ്യത എന്ന് പറയുന്നത് അവർ ഏത് സ്ട്രീമാണോ അതിനെ ബേസ് ചെയ്തിട്ട് സാധ്യത നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ കറന്റ് നമുക്ക് 4 മേജർ സ്ട്രീംസ് ഉണ്ട് എന്ന് പറയാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വിദ്യാർത്ഥികൾ. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പ്ലസ് കമ്പ്യൂട്ടർ സയൻസ്, അതായത് മാത്സ് വരുന്ന സ്ട്രീമിൽ വരുന്ന വിദ്യാർത്ഥി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ്, അത് കൂടാണ്ട് കൊമേഴ്സ്. ഈ ഒരു 4 സ്ട്രീംസ് ആണ് മേജർലി നമ്മുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് PCB അല്ലെങ്കിൽ PCMB വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിദ്യാർത്ഥികൾ, അത് കൂടാണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോഴ്സസ് എടുക്കാനായിട്ട് സാധിക്കുക. കാര്യം ഇവരെ സംബന്ധിച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞ എല്ലാ സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും പറ്റുന്ന പോലെ കോഴ്സുകൾ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ PCM മാത്രം വരുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സസ് എടുക്കാനായിട്ട് പറ്റും. ദെൻ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്കും ഒരുപാട് സാധ്യതകൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളോ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അത് കൂടാണ്ട് വരുന്ന ഡിഗ്രി പ്രോഗ്രാമുകൾ, ഇത് കൂടാണ്ട് എല്ലാ കോഴ്സുകളുടെ ഡിപ്ലോമ പ്രോഗ്രാമുകളും നമുക്ക് എന്ത് ചെയ്യാം, ഈ വിദ്യാർത്ഥികൾക്കും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെറൈറ്റി ഓഫ് നമ്പർ ഓഫ് കോഴ്സസ് ഈ പറയുന്ന എല്ലാ വിദ്യാർത്ഥികളും അവൈലബിൾ ആണ്. സാർ ഇപ്പൊ പറഞ്ഞു നമുക്ക് നിരവധി കോഴ്സ്, അതായത് ഒരു ബയോളജി സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെ ആയിരിക്കും? ഈ ബയോളജി പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് റിലേറ്റ് ചെയ്യുന്ന കോഴ്സസ്. അപ്പൊ ഇന്നിപ്പോ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ MBBS-നോ അല്ലെങ്കിൽ BDS-നോ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലോട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ്, വെറ്റിനറി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ്, ദെൻ MBBS, BDS, ദെൻ എന്താണ് നമ്മുടെ ആയുഷിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ്, സിദ്ധ, ആയുർവേദം, ഇതെല്ലാം കൗൺസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൽ നിന്നാണ്. അപ്പോൾ ഇവർ അഡീഷണൽ ആയിട്ട് കേരളത്തിന്റെ എൻട്രൻസ് ആയിട്ടുള്ള കീമിന്റെ ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കണമെന്നതാണ് ഒരു മാനദണ്ഡമുണ്ട്. അപ്പൊ നീറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാർമസി റിലേറ്റഡ് ആയിട്ട്, ഫാർമസിയിൽ നമുക്ക് FARMD, B.Pharm, പിന്നെ 2 years ഡിപ്ലോമ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. അത് കൂടാണ്ടുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ, ഇന്ന് അലൈഡ് ഹെൽത്ത് റീജിയനിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഓപ്റ്റോമെട്രി, റേഡിയോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഇങ്ങനെ നമുക്ക് മെഡിക്കൽ ഫീൽഡുകളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകൾ, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ആയിരിക്കും. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസിന് പോകുന്ന ആൾക്കാർ ലിമിറ്റഡ് ആയിരിക്കും. സോ അതേ സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു സിംഗിൾ കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് തന്നെ ആയിരിക്കും. അതിനകത്തൊരു ചേഞ്ച് ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ മേജർലി വരുന്ന പ്രൊഫഷണൽ കോഴ്സസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മേജർ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ കോഴ്സസ് ആണുള്ളത്. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് മൈക്രോബയോളജി, ദെൻ ബയോകെമിസ്ട്രി, ജെനറ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സസ്, ഇപ്പം ഫോറൻസിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, അങ്ങനെ ഒരുപാട് കോഴ്സസ് സയൻസിന് അഡീഷണൽ ആയിട്ട് എടുക്കാം. ഇത് കൂടാണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PCMB-യിലുള്ള വിദ്യാർത്ഥികളാണ്. ജസ്റ്റ് PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് പോകാനായിട്ട് പറ്റത്തില്ല. PCMB-യിലുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ദെൻ അടുത്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾ എടുക്കാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളും അവർക്കും എടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പൊ പറഞ്ഞു ബയോളജി സയൻസ്. ഇപ്പൊ ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും അവർക്ക് ഏത് ഫീൽഡിലോട്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതുപോലെയല്ല ബാക്കി നമ്മൾ പഠിക്കുന്ന സ്ട്രീംസ് വരുന്നത്. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സ് ആണ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇവർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, അതായത് ഇവർക്കൊക്കെ ഏതൊക്കെ കോഴ്സിനാണ് ഓപ്ഷൻസ് വരുന്നത്? നമ്മൾ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പം ഇലക്ട്രോണിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അവർക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് മേജർലി വരുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മേഖല തന്നെയാണ് ഇന്ന് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് വെച്ചാൽ
കണ്ണ് അടച്ച് നമുക്ക് പറയാൻ പറ്റും എഞ്ചിനീയറിംഗ് ആണെന്ന്. അതും എഞ്ചിനീയറിംഗിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സാധ്യത ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എല്ലാ ഫീൽഡും റീപ്ലേസ് ആവുകയാണ്. ശരിയല്ലേ? ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എൻറ്റയർ ലൈഫിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്ന രീതിയിലോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എല്ലാ ഫീൽഡിലും ആപ്ലിക്കബിൾ ആവുന്നത്. എഡ്യൂക്കേഷൻ മുതൽ എന്താണ് വ്യാഖ്യാനം വരെ ആപ്ലിക്കബിൾ ആവുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നത് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുമ്പോൾ അതുപോലെ ഭയങ്കരമായി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സോ എഞ്ചിനീയറിംഗ് മേഖല എന്താണ് വളരെ നല്ല ഓപ്ഷനാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗിന് നമുക്ക് കേരളത്തിൽ കീം എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ പോകുന്ന സമയത്ത് ജെഇ മെയിനും ജെഇ അഡ്വാൻസും ഉണ്ട്. അപ്പൊ ഇത് എഴുതിയിട്ടാണ് നല്ല മികച്ച കോളേജുകൾ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതേ കാര്യം നമുക്ക് പ്രൈവറ്റ് കോളേജുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതത് കോളേജുകളുടെ എൻട്രൻസ് ഉണ്ട്. ഇപ്പം ബിറ്റ്സ് ആണെങ്കിൽ അവർ എൻട്രൻസ് നടത്തുന്നുണ്ട്. ദെൻ എന്താണ് SRM യൂണിവേഴ്സിറ്റി അവർ എൻട്രൻസ് നടത്തുന്നുണ്ട്. ദെൻ എന്താണ് MIT അവർ എൻട്രൻസ് നടത്തുന്നത്. എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് നടത്തുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ എന്താണ് ജെഇ മെയിനിൽ നിന്നും അഡ്വാൻസിൽ നിന്നും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാമാണ്. പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അലൈഡ് ഹെൽത്ത് റീജിയനിലോ അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കോഴ്സുകളുടെ ഡിപ്ലോമ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിയിലോട്ട് ഇത് മാറാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ വിദ്യാർത്ഥികൾക്ക് അതിലോട്ട് പോകാം. ദെൻ അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികളോ എടുക്കുന്ന വേറെ ഏത് കോഴ്സ് വേണമെങ്കിലും ഇവർക്ക് എടുക്കാം. അത് കൂടാണ്ട് BSc കമ്പ്യൂട്ടർ സയൻസ്, ദെൻ BCA കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ദെൻ BSc ബാക്കിയുള്ള പ്രോഗ്രാമുകൾ, ഇപ്പോൾ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി ഒഴികെയുള്ള സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളും എന്ത് ചെയ്യാം, ഇവർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്നത്. സാർ, ഇപ്പൊ നമ്മുടെ സയൻസ് സ്ട്രീമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കുള്ളത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ആണ്. ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ധാരണ പോലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മളിപ്പോ അഡ്മിനിസ്ട്രേറ്റിംഗ് സൈഡിലൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 80% ഓഫ് ദ പീപ്പിൾസ് ആർ ഫ്രം നമ്മുടെ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളിപ്പോൾ IAS പാസ്സാവുന്ന ആൾക്കാർ, IAS എന്നല്ല സിവിൽ സർവീസ് പാസ്സാവുന്ന ആൾക്കാർ എടുത്തോളൂ, അല്ലെങ്കിൽ KS പാസ്സാവുന്ന ആൾക്കാരൊക്കെ എടുത്തോളൂ. ഇതിൽ ഒരു മിനിമം ഒരു 60% ആൾക്കാരെങ്കിലും എന്തായിരിക്കും, അവര് ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു തരത്തിലും അവർക്ക് സാധ്യതകൾ കുറവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നിങ്ങളിപ്പോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അവർക്ക് പോകാം. ഇപ്പം ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് ഹിസ്റ്ററിക്ക് പോകാം, എക്കണോമിക്സ് പഠിക്കാനായിട്ട് പോകാം, ശരിയല്ല? അതായത് BA ബാച്ചലർ ഓഫ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും അവർക്ക് ചൂസ് ചെയ്യാൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. രണ്ടാമത്തെ കാര്യം, കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ കാര്യത്തിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് BCom, BBA അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും ആ വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മെഡിക്കൽ ഫീൽഡും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫീൽഡും മാത്രം കൊണ്ട് ലോകമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വലിയ സാധ്യതകളാണുള്ളത്. ശരിയല്ല? അപ്പൊ കൊമേഴ്സ് പഠിച്ച ആൾക്കാർ അത്രത്തോളം ആവശ്യമാണ്. ഇനി ഒരു ഗവൺമെന്റ് ഫീൽഡ് മാത്രമല്ല, പ്രൈവറ്റ് ഫീൽഡുകളിലുള്ള കമ്പനികൾ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അവരുടെ കോർ സബ്ജക്റ്റുകൾക്കകത്ത് അതുപോലെ വേക്കൻസി ഉണ്ട്. അത് കൂടാണ്ട് അവർക്ക് പിന്നെ എടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ, ഇപ്പം ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാമുകൾ, ടൂറിസം റിലേറ്റഡ് പ്രോഗ്രാമുകൾ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ. ഇപ്പൊ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, നന്നായിട്ട് വരയ്ക്കുന്നവരാണ്, അത്തരത്തിലുള്ള കഴിവുള്ളവരാണെങ്കിൽ ഡിസൈനിങ് റിലേറ്റഡ് പ്രോഗ്രാമുകൾ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകൾ അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നാളെ ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യണം, BSc നഴ്സിംഗിന് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യാം, നേരെ പോവുക, GNM-ന് കയറുക, GNM-ന് കയറിയിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റ് BSc-ക്ക് പോവുക. 1 year അഡീഷണൽ വരുന്നുണ്ട്. സെയിം ഇപ്പോൾ അവർക്ക് BSc റേഡിയോളജി എടുക്കണമെന്നാണ് ആഗ്രഹം, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു. സോ ഈ വിദ്യാർത്ഥിക്ക് എന്തിനു പോകാം, നേരെ ഡിപ്ലോമ റേഡിയോളജിക്ക് പോകാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, പിന്നെ ലാറ്ററൽ എൻട്രി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, അവർക്ക് പിന്നെ BSc റേഡിയോളജി ആയി. ഇനി എഞ്ചിനീയറിംഗിന് പോകണം എന്നാണ് പ്ലാൻ. അവർക്ക് നേരെ ഡിപ്ലോമയ്ക്ക് പോകാം. ഡിപ്ലോമയ്ക്ക് പോയതിനു ശേഷം എന്ത് ചെയ്യാം, അവർക്ക് പിന്നെ ലാറ്ററൽ എൻട്രി ആയിട്ട് തന്നെ അവർക്ക് ജോയിൻ ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിന് BTech തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ വിദ്യാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് തോന്നുന്നു സയൻസ് പഠിച്ച വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെയായിരിക്കും വരുന്നത്. സർ, ഇനിയിപ്പോ ഒരു സ്റ്റുഡന്റ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് ആണ്. കാര്യം ഇപ്പോൾ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് പല വിദ്യാർത്ഥികളും ഞാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് പാരന്റ്സ് പറഞ്ഞതിനനുസരിച്ചിട്ട് കോഴ്സ് ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട്സ് ഒരു 10 പേര് ഇന്ന കോഴ്സിന് പോയി, അതുകൊണ്ട് ഞാൻ അതിന് പോകാമെന്ന് തീരുമാനിച്ചു പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. പിന്നെ അവന്റെ കുടുംബത്തിൽ ഇന്ന കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടിയ ഒരു ചേട്ടനുണ്ട്, അതുകൊണ്ട് ഞാനത് പഠിക്കുന്നു എന്ന് പറഞ്ഞ് പോകുന്ന പ്രോഗ്രാം സ്റ്റുഡൻസ് ഉണ്ട്. സോ മെജോറിറ്റി
ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മേജർലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കോഴ്സ് ചൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ബിക്കോസ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ് അല്ല. നമ്മുടെ മരണം വരെ നമ്മൾ നിലനിൽക്കാൻ പോകുന്നത് നമ്മൾ എന്ത് കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് വരുന്ന തീരുമാനങ്ങളിൽ നിന്നാണ് നമ്മുടെ എൻ്റയർ ലൈഫ് തന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്, നിലനിൽക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേജർലി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ അഭിരുചി തന്നെയാണ്. ഇനി അഭിരുചിക്ക് അപ്പുറം ഇപ്പോൾ എന്ത് ചെയ്യണം, കറണ്ട് സിറ്റുവേഷനിലുള്ള സാധ്യതകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഒരു ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ട്രിപ്പിൾ എടുക്കാനാണ് അവന്റെ ആഗ്രഹമെങ്കിൽ, ട്രിപ്പിൾ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സാധാരണ കോളേജ് പോയി ട്രിപ്പിൾ എടുത്താൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 1% പോലും സാധ്യതയില്ല. കാര്യം ട്രിപ്പിൾ കറന്റിൽ എന്തില്ല, ഒരു വേക്കൻസി ഭയങ്കര കുറവാണ്. പക്ഷേ ഇതേ വിദ്യാർത്ഥി മേ ബി കമ്പ്യൂട്ടർ സയൻസ് ഒരു നോർമൽ കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. ശരിയല്ല? അപ്പം എന്താണ് അഭിരുചി, അത് കഴിഞ്ഞതിന് ശേഷം ആ ചൂസ് ചെയ്യുന്ന കോഴ്സ് കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു എന്നത് ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇതേ കാര്യം നമ്മൾ മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. വെറുതെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിനകത്തൊരു ഫാക്ടറാണ്. ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെയൊക്കെ നോക്കേണ്ടതുണ്ട്. ഓക്കെ സർ, ഇന്ന് പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പം അത് തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്ന കോഴ്സ് ഏതാണ്? സുജിത, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള കാര്യം. അതായത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ല? ഇപ്പോൾ ഒരു ടൈമിൽ നമ്മൾ എന്തായി, പിന്നെ എൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 15 വർഷമായി ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ ടൈമിലും എന്ത് ചെയ്തിട്ടുണ്ട്, കോഴ്സുകളുടെ ഡിമാൻഡ് കൂടുന്നുണ്ട്, ഡിമാൻഡ് കുറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇന്ന് ഗ്ലോബൽ റിസഷൻ വന്ന സമയത്ത് 2008 ഗ്ലോബൽ റിസഷൻ വരുന്നത്. ഗ്ലോബൽ റിസഷൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഭയങ്കരമായി ഡൗൺ ആയിപ്പോയി. ഐ ടി ഫീൽഡിലുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാത്തൊരു സാഹചര്യം വന്നു. പക്ഷെ ഇപ്പോൾ എന്തായി, കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ റോക്കറ്റ് പോലെ ബൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എല്ലാ മേഖലയിലും എന്തായി, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മളൊരു കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നിടത്ത് പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബുദ്ധി പോലും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ശരിയല്ല? ഞാൻ പറയുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും വലിയ ചേഞ്ചസ് വരുന്നുണ്ട്. ദെൻ ഈവൻ മെഡിക്കൽ മേഖലയിൽ ഇപ്പം കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇത്രയേറെ ഡിമാൻഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ്. ശരിയല്ലേ? അതായത് ഇപ്പം BSc നഴ്സിംഗ് കോവിഡ് വരെയുള്ള കാലഘട്ടത്തിൽ ബാംഗ്ലൂരൊക്കെയുള്ള ഒരു ആവറേജ് കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ മതിയായിരുന്നു. ഇന്ന് ബാംഗ്ലൂർ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ മിനിമം 10 മുതൽ 12 ലക്ഷം രൂപ ഫീസ് മാത്രം വരുന്നുണ്ട്. പ്ലസ് ഹോസ്റ്റൽ ഫുഡ് എല്ലാം ചേർത്ത് ഒരു 10-14 ലക്ഷം രൂപ ഒരു ആവറേജ് മെഡിക്കൽ കോളേജ് BSc നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ മേടിക്കുന്നത്. കാര്യം മെഡിക്കൽ ഫീൽഡിന്റെ ഡിമാൻഡ് കൂടി, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അടുത്ത ഒരു 15 മുതൽ അല്ലെങ്കിൽ 20 വർഷം വരെ ഒന്നും സംഭവിക്കാതെ നിൽക്കാൻ സാധ്യതയുള്ള മേഖലകൾ, ഒന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖല. കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ആയി. നോർമലി നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ കോവിഡിന് മുമ്പ് ഒരു മാസത്തിൽ എത്ര ട്രിപ്പ് പോയിട്ടുണ്ടാവും? ശരിയല്ലേ? നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കോവിഡിന് ശേഷം ഭയങ്കരമായി ചേഞ്ച് വന്നു. നമ്മൾ നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തു. നമ്മുടെ ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 60 മുതൽ 70 രൂപയും സേവ് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യൻ ആഫ്റ്റർ കോവിഡ് അവൻ 60 മുതൽ 70 രൂപ സ്പെൻഡ് ചെയ്യും. സേവിങ്സ് എന്ന് പറയുന്നത് ഒരു 30 രൂപ എന്ന് മതി. കാര്യം അവൻ ലൈഫിനെ കുറച്ചുകൂടെ യൂസ് ചെയ്യാനായിട്ട് പറയും. ശരിയല്ല? അപ്പോൾ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് എന്ത് ചെയ്യും, ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഞാൻ പറഞ്ഞ ടൂറിസം അടക്കമുള്ള മേഖലയാണ് കേട്ടോ. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ വലിയ വേക്കൻസികൾ ഉണ്ടാക്കും. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസൈനിങ്. ഇപ്പൊ നമ്മൾ ഡിസൈനിങ്, കണ്ടന്റ് റൈറ്റിംഗ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ AI ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇതിനകത്തൊരു ലിമിറ്റേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI തരുന്ന കണ്ടന്റുകൾ എല്ലാം സെയിം ആയിരിക്കും, സിമിലർ കണ്ടന്റുകളാണ് തരാൻ പോകുന്നത്. കാര്യം അതിന് ഒരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് അത് റിപ്ലൈ തരുന്നത്. അപ്പോൾ ക്രിയേറ്റീവായി ുള്ള കാര്യങ്ങളിൽ ക്രിയേറ്റീവ് ഡിസൈനേഴ്സ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വളരെ ക്രിയേറ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വളരെ വലിയ വേക്കൻസികൾ ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ. കാര്യം ഹെൽത്ത് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഇന്ന് ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ ആയിരിക്കും. സർ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം കൂടുതലും പാരന്റ്സ് നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് പറയുന്നത് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് കൂടുതലും തിരഞ്ഞെടുക്കാനാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഇപ്പൊ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്നതായിരുന്നാലും, ലാബ് ടെക്നീഷ്യൻ ആയിരുന്നാലും, പാരാമെഡിക്കൽ സെക്ഷൻ
സിറ്റുവേഷനിലുള്ള സ്റ്റുഡൻസിനായിരുന്നാലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലെന്നാണ് പാരന്റ്സിന്റെ പോലും കൺസിഡറേഷൻ വന്നിരിക്കുന്നത്. സാറിന് അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനോട് സാറിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? സ്റ്റുഡൻസിനോട് പറയാനായിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിമാൻഡുള്ള കോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ആ കോഴ്സിന് അവർ സ്യൂട്ട് ആവും എന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ അത്തരത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള കോഴ്സസ് വിദ്യാർത്ഥികൾക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. അതിലൂടെ എന്ത് ചെയ്തിട്ട് അവരുടെ കരിയർ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ നല്ല വിവരങ്ങളാണ് അനുരാജ് സാർ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞ് അടുത്ത എന്ന് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസിന് വളരെ വലിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് സാറിന്റെ വക നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഈ ഒരു ഡിസ്കഷൻ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.